5.4 ലെ നോക്കാം. Let x be a normal space and y be a subspace of x. For x belongs to x, y belongs to y, and k belongs to k. We have norm kx plus y is greater than or equal to modulus k into distance between x and y. B part, let y be finite dimensional, then y is complete. Finite dimensional subspaceകളെല്ലാം complete ആണ്. In particular, it is closed. അതിനകത്തുള്ള എല്ലാ സീക്വൻസും അതിൽ തന്നെ കൺവേർജ് ചെയ്യും. by finite dimensional ആണ്. അപ്പോൾ there exists a finite basis. Let y1, y2, etc. ym be a basis for y. That is dimension of y is m. And sequence xn, sequence in y, xn can be written as linear combination of y1, y2, etc. ym. Then in a scalars ആണല്ലോ ഈ ഡയമെൻഷൻ ഇവിടെ സഫിക്സ് വരുമ്പോൾ നമ്മൾ സാറിന് ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പോൾ x1നും x2നും ഒക്കെ പറയണം. അപ്പോൾ ജനറലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ എന്നോട് ഉപയോഗിക്കും. xnൻ്റെത് k n-കളാണ്. പക്ഷെ എല്ലാം k n ആയാലും പറ്റത്തില്ലല്ലോ ഒരു എലമെന്റ്. അപ്പോൾ അതിന് വേരിയേഷൻ kn1, kn2, etc. kn. അപ്പോൾ x1ന് എങ്ങനെ k11 y1 plus k12 y2 plus etc. plus k1m ym. x2 k21 y1 plus k22 y2 plus etc. plus k2m ym so on. Is equal to 1 to etc. അപ്പോൾ ഒരു സീക്വൻസ് എടുത്തു. ഈ സീക്വൻസ് xn എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. കാരണം അത് ക്ലോസ്ഡ് ആണ്, കംപ്ലീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സും ഇവിടെ തന്നെ ഉണ്ട്. xn വൈയിലെ ആയതുകൊണ്ട് xn കൺവേർജ് ചെയ്യപ്പെടുന്ന x എന്ന് പറയുന്ന പോയിന്റ് വൈയിലെയാണ്. അപ്പോൾ വൈയിലെ ബേസിസ് വെച്ച് അതിനെ സ്പാൻ ചെയ്യാം. അപ്പോൾ k1 y1 പ്ലസ് k2 y2 പ്ലസ് എക്സെട്ര പ്ലസ് km y. ഇതിലേക്കാണ് xn കൺവേർജ് ചെയ്യുന്നത്. xnകൾക്ക് കണ്ടോ, xnകളുടെ ഓരോ ടേബിളും ഓരോ സീക്വൻസ് ഉണ്ട്. x1 പറയുമ്പോൾ ഇവിടെ എല്ലാം k11 y1 k2 x1 വന്നപ്പോൾ k11 y, x2 ഇവിടെ വരുന്ന k21 y1 x3 k31 y1. അങ്ങനെ ഒരു സീക്വൻസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. kn1കളുടെ ഒരു സീക്വൻസ്, പിന്നെ kn2കളുടെ ഒരു സീക്വൻസ്. അപ്പൊ അതിനൊരു കറസ്പോണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. xn എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ kn1 സീക്വൻസുകളെല്ലാം k1ലേക്കും kn2 സീക്വൻസുകൾ k2ലേക്കും ഇങ്ങനെ പോകും. എക്സെട്ര knmകൾ kmലേക്ക് കൺവേർജ് ചെയ്യും. ദാറ്റ് ഈസ് knj കൺവേർജ് ടു kj as n tends to infinity for e j is equal to 1 to etc. up to m. സിമിലർലി സീക്വൻസ് xn ബൗണ്ടഡ് ആണെങ്കിൽ ഈ പറയുന്ന ഓരോ സീക്വൻസ് knjകളും ബൗണ്ടഡ് ആണ്. ഫസ്റ്റ് റിസൾട്ടിലേക്ക് നോക്കാം. ഫോർ x belongs to x, y belongs to y, and k belongs to k, norm kx plus y greater than or equal to modulus k into distance between x and k is equal to 0. Then the result is trivial. അപ്പോൾ k 0 ആവുകയാണ്, ലെഫ്റ്റ് സൈഡ് എന്തോ ആവും, നോം y. റൈറ്റ് സൈഡ് അപ്പോൾ മോഡുലസ് k അങ്ങ് 0 ആവുന്നതോടുകൂടി ആ റൈറ്റ് സൈഡ് മുഴുവൻ 0. നോം y greater than or equal to 0 ശരിയല്ലേ? നോം y എപ്പോഴും greater than or equal to 0 ആണ്. k നോൺ 0 ആണെങ്കിലോ എന്നുള്ളതാണ് ജനറലി. അപ്പം അത് പ്രൂഫ് തീരും. k നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നോം kx പ്ലസ് y നോക്കി. അപ്പോൾ നമുക്ക് അവിടുന്ന് k അതിനകത്ത് കോമൺ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് x പ്ലസ് y ബൈ k ആവും. ആൻഡ് k സ്കെയിലർ നമുക്കറിയാം നോമിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് മോഡുലസ് k, തേർഡ് പ്രോപ്പർട്ടി. അപ്പോൾ മോഡുലസ് k ഇൻറ്റു നോം x പ്ലസ് y ബൈ മോഡുലസ് k ഇൻറ്റു x മൈനസ് മൈനസ് y ബൈ k. ഇനിയും ഇതിന് ഇങ്ങനെ എഴുതിയത് ആ x മൈനസ് y ഡിസ്റ്റൻസുമായി ബന്ധപ്പെടുത്തി. എന്തായിരുന്നു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x ആൻഡ് y? ദാറ്റ് ഈസ് ഇൻഫിമം ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ഏത് എലമെന്റ്സിനാ? നോം x മൈനസ് y സച്ച് ദാറ്റ് y ബിലോങ്സ് ടു y. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ y ബൈ k വൈയിലെ ഒരു എലമെന്റ് ആണ്. 1 by k is a scalar for k not equal to 0 that exists. y by k, since y is a subspace, that is a vector space, therefore y by k is in y. So minus y by k is in y minus y, or x minus minus y by k, x minus y എന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഈ ഇൻഫിമം എടുക്കുന്ന ക്ലാസ്സിലെ ഒരു എലമെന്റ് ആണത്. ഈ ഇൻഫിമം എടുക്കുന്ന ക്ലാസ്സിലെ ഒരു എലമെന്റ് ആണ് എന്ന് പറയുമ്പോൾ ഇൻഫിമം എന്താ, അത് ലെസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് k ഇൻറ്റു ദിസ് ഇൻഫിമം ഇവിടെ കൊടുക്കാൻ പറ്റും. That is distance between x and y. Therefore, modulus k greater than or equal to modulus k into distance between x and y. Minus y by k belongs to y എന്നുള്ള കാര്യമേ ഉള്ളൂ. അപ്പോഴും കിട്ടി. Norm kx plus y is greater than or equal to modulus k into distance between x and y. Then b ലേക്ക് പോവാം. Let y be finite dimensional, then y complete എന്ന് അങ്ങനെ പറയാം. Using mathematical induction on the dimension m of y. അതിന്റെ ഫസ്റ്റ് ഡയമെൻഷൻ എടുക്കുക എന്ന് മാത്രമല്ല. Let m is equal to 1. എന്ന് പറഞ്ഞാൽ y ഡയമെൻഷൻ 1 ആണ്. y ഡയമെൻഷൻ 1 ആണെങ്കിൽ y യുടെ ബേസിസിൽ ഒരു എലമെന്റേ ഉള്ളൂ. ലെറ്റ് ഇറ്റ് ബി y. സെറ്റ് y is a basis. അങ്ങനെയാണെങ്കിൽ y
ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസ് കിട്ടിയാൽ ബേസിന്റെ ഗുണം തന്നെ അതല്ലേ, വെക്ടർ സ്പേസിൽ ഒരുപാട് എലമെന്റ്സ് കാണും. അപ്പൊ നമുക്ക് അത്രയും എണ്ണത്തിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം അതിനകത്ത് സം എലമെന്റ് കൊണ്ട് പറ്റുമോ? ടോപ്പോളജിയിൽ ബേസിസ് ഒക്കെ വരുന്ന ഇത് ഐഡിയ ആണ്, ബേസിസ് സബ് ബേസിസ് ഒക്കെ എന്ന് പറയുന്ന പോലെ വെക്ടർ സ്പേസിനെ മുഴുവനായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് എലമെന്റ്സ് ഉണ്ടോ, അതാണ് ബേസിസ്. ബേസിസിലെ എലമെന്റ്സ് കൊണ്ട് ഈ വെക്ടർ സ്പേസിലെ മുഴുവൻ എലമെന്റ്സിനെ സ്പാൻ ചെയ്യാൻ കഴിയും. മനസ്സിലായോ? അപ്പൊ if m is equal to 1, that is the dimension of y is equal to 1, then y is set to ky such that k belongs to k. With y not equal to 0, എടുക്കുന്ന y 0 ആയി പോയാൽ y സെറ്റ് 0 മാത്രം. ഇത് കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കോഷി സീക്വൻസ് കൊണ്ടുവരണം, അത് അതിൽ തന്നെ കൺവേർജ് ചെയ്യുമോ? y സീക്വൻസ് xn be a കോഷി സീക്വൻസ് in y. k1y എന്ന് എഴുതാം, x2 നെ k2y എന്ന് എഴുതാം. y അപ്പോ xn can be written as kny. y യുടെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം, ഡയമെൻഷൻ 1 ആണ്. അപ്പോ കോഷി സീക്വൻസ് ആണ് ഇതെന്ന് അറിയാം. അതിൽ നിന്നുകൊണ്ട് നമുക്ക് തെളിയിക്കേണ്ടത് xn എങ്ങോട്ടെങ്കിലും കൺവേർജ് ചെയ്യുമോ എന്നാണ്. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു ഉത്തരം ഇവിടെ കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും പോകുന്നു. അതിന് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ലാസ്റ്റിലേക്ക് വന്ന് ഞാൻ പറയാം. xn kny ആണെന്ന് അറിയാം, xn y യിൽ കൺവേർജ് ചെയ്യുന്നുണ്ടോന്ന് വി ക്യാൻ ഷോ ദാറ്റ് xn കൺവേർജസ് ടു ky ഫോർ സം k in k. അപ്പൊ അതെന്താ, ഈ kn kയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി. kn kയിലേക്ക് കൺവേർജ് ചെയ്താൽ അത് നമുക്കറിയാമല്ലോ, ജോയിൻലി kn kയിലേക്ക് കൺവേർജ് ചെയ്താൽ kny കൺവേർജ് ടു k. നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ kn kയിലേക്ക് കൺവേർജ് ചെയ്യാൻ അങ്ങനെ ഒരു k കിട്ടുമോ? സീക്വൻസ് xn കോഷി സീക്വൻസ് ആണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ p എടുത്തതേ ഉള്ളൂ. For xn xp with norm xn minus xp, as np tends to infinity, this norm xn minus xp tends to 0. അത് നമുക്കറിയാം, since xn is a Cauchy sequence. Okay, അപ്പോൾ norm xn minus xp. അപ്പോൾ എന്താണ് xn? xn is kny and xp is kpy. Therefore it is norm kny minus kpy, and taking y by the distributive property, then it is norm kn minus kp into y, and kn minus kp is a constant. Therefore we can take outside with the modulus kn minus kp into norm y, the norm into property. Then what is modulus kn minus kp? That is 1 by norm y, norm y would have 1 by norm y into norm xn minus xp. And as np tends to infinity, norm xn minus xp tends to 0, since sequence xn is a Cauchy sequence. Okay, that means here modulus kn minus kp tends to 0. Norm y is a constant because y is a fixed element. This modulus kn minus kp tends to 0 as np tends to infinity. That is, sequence kn is a Cauchy sequence in k. And what about k? K is equal to r or c, നമുക്കറിയാം. And what about r or c? These are complete spaces. K is complete and sequence kn is a Cauchy sequence in k. Therefore this sequence kn converges to some k in k. It converges to some element. അത് k എന്ന് വിളിച്ചത് ഈ kny converges to പറയാൻ എളുപ്പമുണ്ടാവുകൊണ്ടാണ്. kn converges in k because k is complete. അതിന് to some k നമ്മൾ വിളിച്ചു. Then we know that kny converges to ky, since kn converges to k. What is kny? That is xn. xn converges to ky. What is ky? Y is element in the basis of y. Therefore ky is in y. അപ്പോൾ xn converges to ky and ky is in y. അതുകൊണ്ട് സീക്വൻസ് xn, yയിലെ Cauchy സീക്വൻസ് ആയ സീക്വൻസ് xn ആർബിട്രറി ആണ്, അത് y യിൽ തന്നെ കൺവേർജ് ചെയ്തു. Therefore y is complete. Okay, x is complete. Assume now that every m minus 1 dimensional subspace. അടുത്ത m ന് പറഞ്ഞാൽ മതി. അപ്പോൾ m minus 1 ഡയമെൻഷണലിന് ഈ റിസൾട്ട് ശരിയാണെന്ന് പറഞ്ഞാൽ if y is m minus 1 dimensional subspace, then y is complete. അപ്പോൾ ഇനി എന്ത് തെളിയിക്കാൻ വേണ്ടിയുള്ളതിലേക്ക് പോകണം. Let y be an m dimensional, അടുത്ത ഹയർ ഡയമെൻഷൻ പോയി, subspace of x, m dimensional subspace of x. അത് കംപ്ലീറ്റ് ആണോ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മളൊരു Cauchy സീക്വൻസ് എടുക്കണം, അത്രയും മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു, ഡയമെൻഷനുമായി ബന്ധിപ്പിക്കണം. അപ്പോൾ ഉടനെ വൈയുടെ ഡയമെൻഷൻ ഇപ്പൊ m ആണ്, വൈയുടെ ഡയമെൻഷൻ m ആണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു m എലമെന്റ്സ് ഉള്ള ഒരു ബേസിസ് കാണും. let y to be y1 y2 etc. ym base.
നമ്മുടെ അസംഷൻ ഇതാണ് m-1 ഡയമെൻഷണൽ സബ്സ്പേസ് കംപ്ലീറ്റ് ആണ്. അപ്പം ഇത് m എലമെന്റ്സ് ബേസിസിലെ ആകുമ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഫൈനൈറ്റ് സബ്സെറ്റ് എടുത്താൽ ഒരു എലമെന്റ് കുറച്ചെടുത്താൽ അത് ജനറേറ്റ് ചെയ്യുന്ന സ്പേസ് m-1 ഡയമെൻഷണൽ ആണ്. സെറ്റ് y2 എക്സെട്രാ ym ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉള്ളത് m-1 ആണ്. അത് ജനറേറ്റ് ചെയ്യിപ്പിക്കുക, സ്പേസ് ആക്കുക, അത് m-1 ഡയമെൻഷണൽ സബ്സ്പേസ് ആണ്. ഇനി y2 മാറ്റിയിട്ട് ബാക്കി എടുക്കുക, അല്ലെങ്കിൽ ym മാറ്റിയിട്ട് y1 to ym-1 എങ്ങനെയായാലും ആ m-1 ഡയമെൻഷണൽ സബ്സ്പേസ് നമ്മൾ പറഞ്ഞനുസരിച്ച് കംപ്ലീറ്റ് ആണ്. സ്പാൻ സെറ്റ് y2 എക്സെട്രാ ym. So it is equal to span set y2 etc. ym. Okay. അപ്പം അതാണ് സ്പേസ്. അപ്പൊ ഇത് ഏത് ഡയമെൻഷനാണ്? ഇത് m-1 ഡയമെൻഷണൽ സബ്സ്പേസ് ആണ്. ബൈ ദ അസംഷൻ ഇറ്റ് ഈസ് കംപ്ലീറ്റ്. അവിടെ നമുക്ക് കംപ്ലീറ്റ്നെസിന്റെ പ്രോപ്പർട്ടി ഒക്കെ ഉപയോഗിച്ചു. പക്ഷെ നമുക്ക് തെളിയിക്കേണ്ടുന്നത് ഈ m ഡയമെൻഷണലിനാണ്. ഇതിവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ m-1 ഡയമെൻഷണൽ സബ്സ്പേസിന്റെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പറ്റിയ പരുവത്തിൽ ഈ y1 y2 എക്സെട്രാ ym ബ്രേക്ക് ചെയ്തതാണ്. y2 എക്സെട്രാ ym മാറ്റി y2 എക്സെട്രാ ym കൊണ്ട് സ്പാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ y-യിലെ ഒരു എലമെന്റിനെ എങ്ങനെ ഉണ്ടാക്കാം? ഈ xn y-യിലെ കോഷ്യസീക്വൻസ് xn-നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമുക്കറിയാം xn-നെ തീർച്ചയായിട്ടും ഈ y1 y2 എക്സെട്രാ ym കൊണ്ട് സ്പാൻ ചെയ്യാം. y1 കൊണ്ട് സ്പാൻ ചെയ്യാൻ kn y1കൾ സ്പാൻ ചെയ്യപ്പെട്ടു. പിന്നെ zn എന്ന് പറയുന്നത് z-ലെ എലമെന്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. z-ലെ എലമെന്റ് എങ്ങനെയാ? y2 എക്സെട്രാ ym കൊണ്ട് സ്പാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ എലമെന്റും ഈ y1 കൊണ്ട് സ്പാനിങ് കൂടെ നടക്കുമ്പോൾ xn-കൾ എഴുതാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ എഴുതപ്പെട്ടു kn y1 പ്ലസ് zn. എന്തായാലും ഇപ്പൊ ഇവിടേക്ക് വരാം. വാട്ട് ഈസ് നോം xn മൈനസ് xp നൗ? വീണ്ടും നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യം ഇവിടെയാണ്. സീക്വൻസ് xn കോഷി സീക്വൻസ് ഇൻ y ആണ്. xn-നെ ഇങ്ങനെ എഴുതപ്പെട്ടു എന്നേ ഉള്ളൂ. നോം xn മൈനസ് xp എന്താ? xn ഈസ് kn y1 പ്ലസ് zn എഴുതിക്കോണം, മൈനസ് kp y1 പ്ലസ് zp. അത് അറേഞ്ച് ചെയ്യുമ്പോൾ kn മൈനസ് kp ഇൻറ്റു y1 പ്ലസ് zn മൈനസ് zp. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എ പാർട്ട് ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് നോം kx പ്ലസ് y ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മോഡുലസ് k ഇൻറ്റു നോം x പ്ലസ് y. ഇവിടുത്തെ k എന്താ? kn മൈനസ് kp. therefore മോഡുലസ് kn മൈനസ് ഇതാണ് kx പ്ലസ് y എഴുതിയിരിക്കുന്നത് കണ്ടോ? അപ്പൊ നോം kx പ്ലസ് y ആയി. ഞാൻ പറഞ്ഞു y എടുത്തിരിക്കുന്നത് z-ൽ നിന്നാണ്. നോം kx പ്ലസ് y ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മോഡുലസ് k ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x ആൻഡ് y ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മോഡുലസ് kn മൈനസ് kp ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y1 ആൻഡ് ഇത് എവിടുന്നാണ് എടുത്തത്? ഇതെടുത്തത് z-ൽ നിന്നാണ്. therefore distance between y1 and z. And distance എപ്പോഴും greater than or equal to 0 ആണ്. But here it is greater than 0. That is why distance between y1 z is strictly greater than 0. That is why y1 z-ൽ ഇല്ല. y1 z-ൽ ഉള്ളപ്പോൾ മാത്രമാണ് ഡിസ്റ്റൻസ് y1 z equal to 0 ആവുന്നത്. കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y1 z എന്താ? Infimum of the set norm y1 minus z such that z belongs to z. Distance between x and y നോക്കാം. അപ്പം y1 z-ൽ ഉണ്ടെങ്കിലാണ് അത് 0 ആവുന്നത്. ഇല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y1 and z is greater than ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y1 is greater than 0 since y1 not belongs to z. പക്ഷെ അതിന് വേറൊരു ചോദ്യമുണ്ട്. y1 എന്തുകൊണ്ട് z-ൽ ഇല്ല? y1 z-ൽ വന്നാൽ y1-നെ ഈ y2 എക്സെട്രാ ym കൊണ്ട് സ്പാൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ k2 y2 പ്ലസ് എക്സെട്രാ പ്ലസ് km ym എന്ന് എഴുതപ്പെട്ടാൽ മൈനസ് y1 ആയി, ഇവിടെ പ്ലസും വരും. ഇതിൽ നിന്ന് ഇംപ്ലൈ ചെയ്യുന്നതാ ഈക്വൽ ടു എന്ത് കിട്ടും? 0. ശരി, y1 y2 എക്സെട്രാ ym-ന്റെ കോമ്പിനേഷൻ ഇപ്പൊ 0ക്ക് വന്നു. പക്ഷെ y1-ന്റെ കോഎഫിഷ്യന്റ് 0 അല്ലെന്നുള്ള ഉറപ്പാണ്, അല്ലയോ? -1 ആണ്. അങ്ങനെ വരുമ്പോൾ സെറ്റ് y1 y2 എക്സെട്രാ ym ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവില്ല. പക്ഷെ y1 y2 എക്സെട്രാ ym എന്ന് പറയുന്നത് ഇവിടെ ബേസിസ് ആണ്, അതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അങ്ങനെ വരുമ്പോൾ ഈ y1 എന്ന് പറയുന്ന എലമെന്റ് z-ൽ വരില്ല. കാരണം z y2 എക്സെട്രാ ym കൊണ്ട് സ്പാൻ ചെയ്യുന്നതാണ്. അപ്പൊ y1 z-ൽ ഇല്ല. ഓക്കെ. പക്ഷെ y1 z-ൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y1 ആൻഡ് z 0 ആകരുത്. y1 ബൗണ്ടറിയിലാണെങ്കിലോ
ഇൻഫിമം ആണ്. ബൗണ്ടറിയിലാണെങ്കിൽ അത് വീണ്ടും എന്താവാൻ സാധ്യതയുണ്ട്. കാരണം ബൗണ്ടറി വരുമ്പോൾ അതിനകത്തൊരു സീക്വൻസ് വന്ന് ഈ y1 കൺവേർട്ട് ചെയ്യാം. അപ്പൊ നോം എക്സ് മൈനസ് വൈ എൻ നോം എക്സ് മൈനസ് വൈ വൺ വരുമ്പോഴത്തേക്കും 0 ആവും. ബൗണ്ടറിയിലാണെങ്കിലും ആ ഇൻഫിമം എന്താവാം? 0 ആകാം. പക്ഷെ y1 ഇവിടെ ഇസഡിന്റെ ബൗണ്ടറിയിൽ ഉണ്ടോ? ഇസഡിന്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇസഡ് ക്ലോഷർ ഉൾപ്പെടുന്നതല്ലേ. ഇസഡ് ഇവിടെ ക്ലോസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഇസഡ് ക്ലോസ്ഡ് ആയേ? ഇത്രയേ ഉള്ളൂ. അത് m-1 ഡയമെൻഷണൽ സബ്സ്പേസ് ആണ്. m-1 ഡയമെൻഷണൽ സബ്സ്പേസ് ആകുമ്പോൾ നമ്മുടെ റിസൾട്ടിൽ അസ്യൂം ചെയ്തിരിക്കുന്ന അനുസരിച്ച് അത് കംപ്ലീറ്റ് ആണ്, ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇസഡ് ക്ലോഷർ യഥാർത്ഥത്തിൽ ഇസഡ് ആണ്. അപ്പോൾ y1 ഇസഡിലേ ഇല്ല. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ y1 ആൻഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ എന്ത് വന്നു നോക്കിക്കേ, ഇത് ഈ ഫസ്റ്റ് ലാസ്റ്റ് ഇൻഇക്വാളിറ്റി ശ്രദ്ധിക്കുമ്പോൾ മോഡുലസ് kn minus kp is less than or equal to 1 by distance between y1 z into norm xn minus xp. സീക്വൻസ് എക്സനെ കുറിച്ച് എന്ത് പറയാം? സീക്വൻസ് എക്സൻ കോഷി സീക്വൻസ് ആണ് വൈയില്. അതുകൊണ്ട് ആ np tends to infinity, this tends to 0. ഓക്കെ, modulus kn minus kp tends to 0 means sequence kn is a Cauchy sequence. k കംപ്ലീറ്റ് ആണ് നമുക്കറിയാം, അതുകൊണ്ട് kn കൺവേർജ് ചെയ്യും. നേരത്തെ നമുക്ക് വളരെ എളുപ്പമായിരുന്നു. എന്താ പറയുക, എക്സൻ എന്ന് പറയുന്നത് kn y എന്നേ ഉള്ളായിരുന്നു അല്ലേ? 1 ഡയമെൻഷനലില് എക്സൻ kn y എന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സൻ കൺവേർജ് ചെയ്യുന്നു എന്നുള്ളതിന് kn കൺവേർജ് ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെയോ, ഇവിടെ എക്സൻ എന്താ? അതാണ്ട് kn y1 പ്ലസ് zn ആ. മനസ്സിലായോ? അപ്പോ എക്സൻ കൺവേർജ് ചെയ്യുന്നതിന് kn കൺവേർജ് ചെയ്യുന്നത് മാത്രം അറിഞ്ഞാൽ ഇസഡിന്റെയും കൂടെ അറിയണം. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അപ്പൊ നമ്മൾ ഇത്രയും കൊണ്ടുവന്നപ്പോൾ സീക്വൻസ് kn കോഷി സീക്വൻസ് കിട്ടി. പക്ഷെ ഇസഡിന്റെ കാര്യം അറിയണം. അപ്പൊ ഇസഡിനെ വീണ്ടും ഇവിടുന്ന് ആലോചിക്കുക. ഇവിടുന്ന് വീണ്ടും ഇസഡിനെ ഇവിടുന്ന് തന്നെ ആലോചിക്കുക. ഇസഡൻ എന്താ? ഇവിടുന്ന് എഴുതുമ്പോൾ ഇസഡൻ എന്താ? എക്സൻ മൈനസ് kn y1. ഓക്കെ, അപ്പൊ ഇസഡൻ ഇങ്ങനെ എഴുതാം, എക്സൻ മൈനസ് kn y1. ഇവിടെ y1 അങ്ങ് താഴെ പോയി, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇതിനോടൊപ്പം തന്നെ മൾട്ടിപ്ലൈ എഴുതണം, ഇവിടെ വേണ്ട. ഓക്കെ, അപ്പൊ ഇസഡൻ ഇസ് ഈക്വൽ ടു എക്സൻ മൈനസ് kn y1. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സീക്വൻസ് എക്സൻ കോഷി സീക്വൻസ് ആണ്, നമ്മുടെ അസംഷൻ ആണ്. kn കോഷി സീക്വൻസ് ഇപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ എക്സൻ മൈനസ് kn y1 നോക്കിക്കോ, കോഷി സീക്വൻസ് ആയിരിക്കും, ഒരു സംശയം വേണ്ട. കാരണം എക്സൻ മൈനസ് എക്സ് പി ഒരു സൈഡിൽ നിൽക്കും, ഒരു മോഡുലസ് നിൽക്കും, kn മൈനസ് kp അടുത്ത മോഡുലസ് നിൽക്കും. ആ np tends to infinity, both tends to 0. therefore zn is a Cauchy sequence. ഈ ഇസഡിനെ കുറിച്ച് നമുക്കറിയാം, അത് കംപ്ലീറ്റ് ആണ്. kn നമ്മൾ അതാ ഉപയോഗിക്കുന്നത്. kn കോഷി സീക്വൻസ് കിട്ടിയാൽ മതി, k കംപ്ലീറ്റ് ആയതുകൊണ്ട് കൺവേർ ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇസഡും കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇസഡൻ അവിടെ കോഷി സീക്വൻസ് കിട്ടിയാൽ മതി, അത് കംപ്ലീറ്റ് ആയതുകൊണ്ട് അത് കൺവേർ ചെയ്യും. അപ്പം kn കോഷി സീക്വൻസ് ഇൻ k ആയതുകൊണ്ട് അത് കൺവേർ ചെയ്യും ഇൻ kയിൽ. ഇസഡൻ കോഷി സീക്വൻസ് ആണ്, കംപ്ലീറ്റ് ആണ് അസംഷൻ അനുസരിച്ച്. അപ്പൊ ഇസഡൻ കൺവേർസ് ടു jointly continuous അറിയാലോ, kn converges to k, zn converges to z. Then what happened to kn y1 plus zn? xn is kn y1 plus zn, and kn converges to k, zn converges to z. Therefore kn y1 plus zn converges to k y1 plus z. അപ്പൊ xn കൺവേർജ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. പക്ഷെ എങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യണം? y-ലേക്ക്. അപ്പൊ k y1 plus z y-ലെ എലമെന്റ് ആണ്. z എന്ന് പറയുന്നത് സെറ്റ് y2 എക്സെട്ര ym കൊണ്ട് സ്പാൻ ചെയ്തതാണ്. അത് y-യുടെ ബേസിസിന്റെ ഭാഗമാണ്. അടുത്ത് y1 കൊണ്ട് ചെയ്തു. ഇപ്പൊ ചുരുക്കത്തിൽ y1 y2 എക്സെട്ര ym കൊണ്ട് സ്പാൻ ചെയ്തിരിക്കുന്നതാണ് k y1 plus z. അതുകൊണ്ട് അത് y-ൽ വരും. Thus y is complete. മനസ്സിലായോ? In particular y is closed in X.